ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കയ്യിലൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത കറി വെക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ. ഇനി അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വറുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. തേങ്ങയിലുള്ള ആ വെള്ളം ഒന്ന് വറ്റിയ ശേഷം മാത്രമേ ഈ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തേങ്ങ അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ വറക്കുമ്പോഴും ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടിലിരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് മുരിയണ വരെ ഒന്ന് വെക്കാം. ഇതിപ്പോൾ ഇത്രയും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി നേരം കിടന്ന് അങ്ങോട്ട് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് വഴന്ന് വന്നാൽ മതി സവാള. ഏകദേശം സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് കുറച്ചൊന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം ഒന്ന് വഴറ്റിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ട കേട്ടോ. ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം തക്കാളിയും സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ തക്കാളിയുടെയൊക്കെ നനവുള്ളതുകൊണ്ട് പൊടി കരിഞ്ഞു പോകില്ല. എന്നാലും തീ ഒന്ന് സിമ്മിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ട് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങ വറുത്തരച്ച് വെച്ചേക്കണം, അത് ഒഴിച്ച് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്തരക്കണ തേങ്ങയുടെ അളവ് വളരെ കുറച്ച് വറുത്തരക്കാൻ പാടുള്ളൂ കേട്ടോ. തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ മുന്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇനി ഇത്രയും ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചാലും മതി കേട്ടോ. ഇതിൽ തന്നെ ഇട്ട് വേവിക്കണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ പാനിൽ തന്നെ അങ്ങോട്ട് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ചാൽ മതി. ഞാൻ ഇതിനൊപ്പം നെയ്ച്ചോറ് വെക്കണുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചാൽ ബട്ടറിൽ നിന്ന് കുറച്ച് ബട്ടർ എടുത്തിട്ട് അത് നെയ്യാക്കി എടുക്കണേണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കണില്ല. ഒന്നാമത് സമയം വൈകി ഒരുപാട്. അപ്പം രണ്ടും കൂടി ആകുമ്പോൾ ഒന്നുകൂടി വൈകും. അതുകൊണ്ട് ഞാനത് കാണിക്കണില്ല. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കണോണ്ടാണ് മുളക് പൊടിയുടെയൊക്കെ അളവ് ഞാനൊന്ന് കുറച്ചത്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തേക്കണത് ഗരം മസാലപ്പൊടിയാണ്. അത് വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അത് വരാതിരുന്നത് വീഡിയോയിൽ. അപ്പോൾ ഈ സമയം നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചേക്കണ ചിക്കൻ മസാല ഗരം മസാലപ്പൊടി ആയതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് ഇപ്പോൾ കറിക്ക്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടിയും മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് വേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് സമയമായപ്പോൾ എനിക്ക് മോള് കുറച്ച് വേപ്പില കൊണ്ടുവന്നു തന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.